കറിവേപ്പില, ഇതൊരു 5-6 ലീഫെറ്റെങ്കിലും എടുക്കണം. പിന്നെ നമ്മൾ എടുക്കുന്നത് ഗരം മസാലയാണ്. ഇത് ടീസ്പൂണാണ് വേണ്ടത്. ഓക്കെ, 2 ടീസ്പൂണോളം ഗരം മസാലയും 2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഒരു 3 ടേബിൾ സ്പൂണോളം മുളക് പൊടിയുമാണ് വേണ്ടത്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പുമാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ്. ഓക്കെ, ഇനി അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ മല്ലിയിലയാണ് പ്രധാനപ്പെട്ട ഒന്ന്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, നാരങ്ങ. ഓക്കെ, പിന്നെ ഇതിലേക്ക് എല്ലാത്തിലേക്ക് നമ്മൾ എന്തിനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ 1.5 കിലോ പാര. ഇത് കോഴിക്കോടൊക്കെയാണ് പാര എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ടിൻഡു എബ്രഹാം. ഇത് ഞങ്ങളുടെ ബാബുച്ചേട്ടൻ. ഞങ്ങളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് തന്തൂരിയാണ്. ഈ തന്തൂരി എനിക്കൊരു പ്രത്യേകതയുണ്ട്. അതായത് ഗ്രില്ലില്ലാതെയാണ് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി അതിനുവേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് പാര എന്ന മീനാണ്. ഇത് ഞങ്ങൾ ദുബായ് ഡേറ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിയതാണ്. ഓക്കെ, 1.5 കിലോയോളം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത് നാട്ടിലെവിടെയാണ്? കോഴിക്കോടൊക്കെ അല്ലേ? ഇത് നമ്മള് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് ഇവിടുന്ന് ക്ലീൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ആക്കി. അപ്പൊ ഇവിടെ സൗകര്യം കുറവുണ്ടല്ലോ, അപ്പൊ അതൊക്കെ ക്ലീൻ ചെയ്ത് ഇതാക്കി. ഇനി നമ്മള് കട്ട് ചെയ്യാൻ പോവാണ്. മസാല പിടിക്കുന്നതിനായിട്ട് ചെറുതായി ചെറിയ ചെറിയ കട്ടായിട്ട് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുക. ഉള്ളിലേക്ക് ശരിക്കും ഇതിന്റെ എല്ലാ ഇതും മസാലകളും പിടിച്ചുകൊണ്ട് നിൽക്കും. ഇനി നമ്മള് ഇതിനകത്ത് ബാക്കിയുള്ള മസാലകളൊക്കെ ഇതാക്കി ഇങ്ങനെ അതിലേക്ക് നമുക്ക് ആദ്യം ഏതാ ചേർക്കേണ്ടത്? വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഉള്ള അത് അതെ. ഓക്കെ, ശരി. അപ്പൊ അതിന് മിക്സിയിൽ പേസ്റ്റ് ആക്കണം. വരഞ്ഞിട്ട് എടുക്കുക. ഇങ്ങനെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ഇങ്ങനെ ആദ്യം നമ്മള് എടുത്തു വെച്ച മസാല സാധനം കംപ്ലീറ്റ് ചേർക്കുക. ഓക്കെ, അത് മതി. കുറച്ച് ഉപ്പ് പാകത്തിന് കുറച്ച് വെളിച്ചെണ്ണ കൂടി. വെളിച്ചെണ്ണ ഇപ്പൊ തന്നെ ഒഴിക്കണോ? അത് മിക്സ് ചെയ്തിട്ട് ശേഷം ഇതിന്റെ കൂടെ ഇപ്പൊ തന്നെ ഒഴിക്കാനോ? എത്ര വേണ്ടെന്ന് പറയണേ. കുറച്ച് മതി. അത് മതി. പിന്നെ ഒരു നാരങ്ങ കട്ട് ചെയ്ത് പിഴിഞ്ഞു. ഓക്കെ, ശരി. ഓക്കെ, ഇനി നമ്മളത് മെയിനിലേക്ക് ഈ ചെറുനാരങ്ങയുടെ നീര് ഈ കട്ട് ചെയ്ത ഭാഗത്ത് ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കുന്നു. ഓക്കെ, അത് പിഴിഞ്ഞൊഴിച്ച് അതിന്റെ പ്രധാന ഗുണം എന്താ? അത് നല്ല ടേസ്റ്റിലേക്ക് വരുന്നതാണ്. അപ്പൊ ഇങ്ങനെ ചെയ്ത് അടുത്ത മറുഭാഗം അതേമാതിരി ഒഴുക്കി. എന്നതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് മസാല അടി ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് മസാല അടി ചേർത്ത് കൊടുക്കാം. ശരിക്കും പിടിക്കാൻ വേണ്ടി. അപ്പൊ നമ്മള് 5 മിനിറ്റോളം ഏകദേശം നാരങ്ങ പിഴിഞ്ഞ് വെച്ചു. ഓക്കെ, നാരങ്ങ പിഴിഞ്ഞതിൽ തേച്ചു. ഇനി നമ്മള് മസാലയും കുറെ നേരമായിട്ട് മസാല തേച്ച് മിക്സ് ആക്കി മസാല തേച്ച് പിടിപ്പിച്ച് ഒരു 1/2 മണിക്കൂർ വെച്ചേക്കണം. അപ്പൊ ആദ്യം നമ്മള് മസാല തേക്കുന്നു. ഓക്കെ, ശരി. എല്ലാ കട്ടിങ്ങിലും ശരിക്കും ശരിക്ക് മസാല പിടിക്കണം. ഹലോ, മസാല തിരിച്ച്
ആവശ്യത്തിന് എല്ലാ ഭാഗത്തും മസാല പിടിച്ചു എല്ലാം മസാല നമുക്ക് ഇത് ഇതില് വെച്ചിട്ട് കുറച്ച് ഒരു അരമണിക്കൂർ റൂം ടെമ്പറേച്ചർ വെച്ചാൽ മതിയല്ലോ അല്ലേ? ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ ശരി. അങ്ങനെ ഇരുന്നോട്ടെ അല്ലേ? ജസ്റ്റ് വല്ല മൂടി വെക്കോ വല്ല എന്തെങ്കിലും വെച്ചതോ? ഒരു മൂടി വെക്കണം. അത് കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് ഇത്രയും വലിയൊരു മീൻ ഇത് ചെയ്യാനുള്ളൊരു പാത്രമില്ല, ചെറിയ പാത്രമല്ല. അപ്പൊ 3 കഷ്ണമാക്കിയിട്ട് നമ്മളത് ചെയ്യാണ്. അപ്പൊ എല്ലാവരും സഹായിക്കുക. അപ്പൊ നമ്മള് ആദ്യമായിട്ട് സ്റ്റൗ കത്തിക്കുക. നമ്മള് ആ പാത്രം വെക്കുന്നത്. ഇനി എണ്ണ അതൊന്ന് ചൂടാവട്ടെ. ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ഇപ്പൊ ലേശം ഒഴിവായി. നമ്മള് ഇത് ഓയിൽ ഒഴിക്കുന്നു. കുറച്ച് മതി. ഇടയ്ക്കിടയ്ക്ക് അത് തിരിച്ചിട്ട് കൊടുക്കും. അല്ലെങ്കിൽ ഒരു 1-2 മിനിറ്റ് കൂടുമ്പോ തിരിച്ചു കൊടുക്കുക. നമുക്ക് കുറച്ച് ഓയിൽ എടുത്തിട്ട് അതിനെ മുകളിലേക്ക് ഒഴിക്കാം. ഒരു 2 മിനിറ്റ് കൂടുമ്പോൾ തന്നെ മറച്ചിട്ട് നല്ലത്. അല്ലെങ്കിൽ പെട്ടെന്ന് കഴിക്കും. കുറച്ച് ഓയിൽ നമ്മളിപ്പോ ജസ്റ്റ് അതൊന്ന് ഫ്രൈ ചെയ്തു. ഇനിയിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനിയാണ് നമ്മുടെ മെയിൻ തന്തൂരി ഫിഷ് വെക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇനിയാണ്. ഇനി നമ്മൾ അതിലേക്ക് ചാർക്കോള് വെക്കാനുള്ള ഇതിലേക്ക് പോവുകയാണ്. അതിനായി നമ്മളിതാ ചാർക്കോള് ചെറിയ പാത്രത്തിൽ എടുക്കുന്നു. അത് നമ്മളൊന്ന് സ്റ്റൗവിൽ കത്തിച്ചിട്ട് അതിൽ വെക്കുന്നു. അല്ല നമ്മള് മിക്സ് ചെയ്യുന്നത്. ഓക്കെ ഇത് നമ്മൾ അടച്ചു വെക്കുകയാണ്. പുക മൊത്തം അതിനുള്ളിൽ നിറയുന്നുണ്ട്. നല്ലൊരു ഭംഗിയാണ് അത് കാണാൻ.